17ാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് ഇന്ന്. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർത്തിതേന നിന്നേ കഠോരതപസാ കില പഞ്ചമാസാൻ. വിഷണ്ണഹൃദയേ താതേ നഗരീം ഗതേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലഃ ത്വദർപ്പിതമനഃ ക്രമവർദ്ധിതേന കഠോരതപസ പഞ്ചമാസാൻ നിന്നേ കില. താതനായ ഉത്താനപാദൻ വിഷണ്ണ ഹൃദയനായിരിക്കെ നഗരത്തിലെത്തിയ നാരദ മഹർഷിയാൽ ആശ്വസിപ്പിക്കപ്പെട്ട ചിത്തവൃത്തിയോട് കൂടിയവനായി ബാലനായ ധ്രുവൻ നിന്തിരുവടിയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ക്രമമായി വർദ്ധിക്കുന്ന കഠോര തപസ്സുകൊണ്ട് 5 മാസം കഴിച്ചു അത്രേ. 5 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ നഗരം വിട്ടുപോയത് അറിഞ്ഞ ഉത്താനപാദൻ ദുഃഖിതനായിത്തീർന്നു. മകനെ സ്നേഹമില്ലാത്ത പിതാവല്ല അദ്ദേഹം. സുരുചിയുടെ ക്രൂരമായ വാക്കുകൾ നിസ്സഹായതയോടെ കേട്ടിരുന്നു. ചിലപ്പോൾ ഇതും ഭഗവാന്റെ പ്രേരണ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. ധ്രുവനെ കണ്ടതും ശ്രീനാരായണനെ തപസ് ചെയ്യാൻ ഉപദേശിച്ചതുമെല്ലാം അദ്ദേഹം രാജാവിനെ അറിയിച്ചു. രാജാവോ രാജഭൃത്യരോ തേടി ചെല്ലരുതെന്നും മകന് നന്മ മാത്രമേ വരികയുള്ളൂ എന്നും ശ്രീ നാരദൻ പറഞ്ഞു. ബാലനായ ധ്രുവൻ നിന്തിരുവടിയിൽ അർപ്പിതമായ മനസ്സോടുകൂടി കഠോരമായ തപസ്സുകൊണ്ട് 5 മാസം ഭഗവാനെ തപസ് ചെയ്തു. ധ്രുവന്റെ കഠിനമായ ഈ തപസ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ തീവ്രമായ സാധനയായിരുന്നു ധ്രുവൻ്റേത്. ആദ്യ മാസത്തിൽ 3 രാത്രി കഴിയുമ്പോൾ കാട്ടിൽ കിട്ടുന്ന കായ്കനികൾ കഴിച്ചു ആഹാരമാക്കി. 2ാം മാസത്തിൽ 6 ദിവസത്തിലൊരിക്കലായി ഭക്ഷണം, അതും ഉണങ്ങിയ ഇലകളും പുല്ലുകളും മാത്രം. 3ാം മാസത്തിലാണെങ്കിലോ 9 ദിവസത്തിലൊരിക്കൽ ജലം മാത്രം കഴിച്ചു. 4ാം മാസം 12 ദിവസത്തിലൊരിക്കൽ വായു മാത്രം ഭക്ഷിച്ച് ശ്വാസമടക്കി തപസ് ചെയ്തു. 5ാം മാസത്തിലാണ് ഏറ്റവും കഠിനം. ശ്വാസം ഉള്ളിലടക്കി നിർജീവമായ മരക്കുറ്റി പോലെ ഇളകാതെ ബ്രഹ്മനിഷ്ഠനായി സമാധിസ്ഥനായി അങ്കുഷ്ടം മാത്രം നിലത്തൂന്നി തപസ് ചെയ്തു. ശ്വാസം ഉള്ളിലടക്കി പിടിച്ച ധ്രുവന്റെ ഭാരം താങ്ങാനാകാതെ ഭൂമിദേവി പരവശയായി എന്ന് പറയുന്നു. ധ്രുവൻ പ്രാണനിരോധം ചെയ്തപ്പോൾ ചരാചരങ്ങളായ എല്ലാറ്റിനും പ്രാണനിരോധമുണ്ടായി. ആർക്കും ശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്വാസം മുഴുവനും ധ്രുവൻ ഉള്ളിലടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ 5 മാസം വളരെ തീവ്രമായ തപസ്സാണ് കുട്ടിയായ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ ചെയ്തത്. താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്തിതചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർത്തിതേന നിന്നേ കഠോരതപസാ കില പഞ്ചമാസാൻ.